ഹായ് ഓൾ ലാമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിനേഷൻ കഴിഞ്ഞ് ഇങ്ങനെ റിസൾട്ട് കാത്തു നിൽക്കുന്ന ഒരു സമയമാണ്. ഇന്ന് വരുമോ നാളെ വരുമോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് അല്ലേ? അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒരുപാട് കോളുകൾ നമുക്കും വരുന്നുണ്ട്. എന്നാണ് റിസൾട്ട് ഉണ്ടാവുക, ഉടനെ തന്നെ ഉണ്ടാവുക, ചിലതിലൊക്കെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ചിലതിലെന്താ പറയാത്ത, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോളുകൾ നമുക്ക് വരുന്നുണ്ട്. അല്ലെ, കാര്യം പറയാനാണെങ്കിൽ നമ്മൾ സിയുടെ ഓഫീസിൽ വിളിച്ചിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയൊരു വിവരപ്രകാരം എങ്ങനെയായാലും ഒരു 10 ദിവസവും കൂടി നമ്മൾ റിസൾട്ടിനെ കാക്കണം എന്നാണ് നമുക്കിപ്പോൾ ഒരു ഇൻഫർമേഷൻ എന്നാണ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി, മനസ്സിൽ പ്രതീക്ഷ മതി എന്നാണ് അതിൽ ആദ്യമേ പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ബാച്ചിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് മക്കൾ കുറേ പേര് വിളിക്കുന്നുണ്ട്. ആരെങ്കിലും അത്തരത്തിലൊരു കോഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ, LLB എന്നൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീക്കെൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ്. അതിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബ് സെക്യൂരിറ്റിയുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷേ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് ഫെസിലിറ്റി ഫോർ കറക്റ്റിംഗ് ഡിഫക്ട്സ് ഇൻ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒരു എലമെൻറ്റിനെ കുറിച്ചിട്ട്, ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മളെ വിളിക്കാതെ തന്നെ എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നും എന്താണ് ആ നോട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ലാമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള CEയുടെ ഫെസിലിറ്റി ഫോർ കറക്റ്റിംഗ് ഡിഫക്ട്സ് ഇൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്ലീയുടെ LLB 5 ഇയറും 3 ഇയർ LLB എക്സാമിനേഷൻ എഴുതി നിൽക്കുന്ന ആളുകളാണ് അല്ലേ? നിങ്ങളിപ്പോൾ CEയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസർവേഷനോ മറ്റ് ക്ലെയിമുകളോ കിട്ടാൻ വേണ്ടി അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നോൺ ക്രീമി ലെയർ പോലുള്ള ഡോക്യുമെൻറ്റുകളോ മറ്റ് അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ ഉണ്ടാവും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് CE ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ റിസർവേഷൻ ക്ലെയിം കിട്ടാൻ വേണ്ടി അപ്ലോഡ് ചെയ്ത്, അതിപ്പോൾ നാഷണാലിറ്റി ആവാം, നേറ്റിവിറ്റി ആവാം, ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, കമ്മ്യൂണൽ റിസർവേഷൻ ആവാം, ഡിസബിലിറ്റി അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷനുകളാവാം, ഫീ കൺസെഷൻ ആവാം, ഇൻകവുമായി ബന്ധപ്പെട്ടതാവാം, ഇത്തരത്തിലുള്ള നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഡോക്യുമെൻറ്റിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള സമയമാണ് നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് 10 ദിവസം മിനിമം നമ്മൾ റിസൾട്ടിന് കാണുന്നത്. കാരണം ഈ ഡിഫക്റ്റുകൾ നിങ്ങൾക്ക് 4-ാം തീയതി വരെ, സെപ്റ്റംബർ 4-ാം തീയതി 4 മണി വരെ തിരുത്താം. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ റിസൾട്ട് വരാൻ സാമാന്യ നിലയ്ക്കൊരു സാധ്യത കാണുന്നുള്ളൂ. അപ്പോൾ CEൻ്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞ വിവരം കറക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എന്തായാലും ഒരു 10 ദിവസം റിസൾട്ടിന് കാണണം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളെ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് അവിടെ മെമ്മോ ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ മെമ്മോ ഡീറ്റെയിൽസിലുണ്ടാവും. അതെടുത്ത് നോക്കിയിട്ട് എന്താണോ ഡിഫക്റ്റ് പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഡോക്യുമെൻറ്റുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ പുതിയ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടായിരിക്കാം കറക്റ്റ് ചെയ്യേണ്ടത്, ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നുമില്ല. ഇപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, ഇപ്പോൾ നമ്മൾ ഈ നോൺ ക്രീമി ലെയർ ഒക്കെ നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് എടുക്കുന്ന സമയത്ത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള പർപ്പസിന് വേണ്ടി, കാരണം ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസാണല്ലോ നിങ്ങൾക്ക് അഡ്മിഷൻ തരിക എന്നുള്ളത്. പക്ഷേ കുട്ടികൾ പലപ്പോഴും എംപ്ലോയ്മെൻറ്റ് പർപ്പസിനുള്ള സംഗതി ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പം അവർ CE റിജക്റ്റ് ചെയ്യും. അത് റിജക്റ്റ് ചെയ്ത് കുട്ടികളുടെ അടുത്ത് എന്താ പറയുന്നത്, നിങ്ങൾ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി, അതോടുകൂടി അത് സോൾവ് ആകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫക്റ്റുകൾ പരിഹരിക്കുക എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ സമയം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 4/9/2024 4 മണി വരെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെന്ന് വെച്ചോ, അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ റിസൾട്ടിനെ അത് ബാധിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് റിസർവേഷൻ്റെ ഒരു ക്ലെയിമും പിന്നെ കിട്ടില്ല. കാരണം നിങ്ങളടുത്ത് CE പറയുകയാണ്, നിങ്ങൾ അപ്ലോഡ് ചെയ്ത റിസർവേഷൻ ഡോക്യുമെൻറ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്, അത് നിങ്ങൾ തിരുത്തണം. നിങ്ങളത് തിരുത്താതെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിസർവേഷൻ്റെ ക്ലെയിം കിട്ടാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ റിസർവേഷൻ കിട്ടണം എന്നുള്ള കുട്ടികൾ, അതിപ്പോൾ ലാമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ മക്കളാണെങ്കിലും അല്ലെങ്കിലും CEയുടെ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൽ ഡിഫക്റ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ട കാര്യങ്ങളും ചെയ്യുക. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഫെസിലിറ്റി ഫോർ കറക്റ്റിംഗ് ഡിഫക്ട്സ് ഇൻ ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന CEയുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ വെബ്സൈറ്റിൽ ഞങ്ങൾ കയറി നോക്കിയിട്ട് ഡിഫക്റ്റ് ഇല്ലല്ലോ. ഡിഫക്റ്റ് ഇല്ലെങ്കിൽ ഇല്ല, ഡിഫക്റ്റ് എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നില്ലോ. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ സ്വാഭാവികം ഡിഫക്റ്റ് ഉണ്ടാവില്ല. അല്ല, നിങ്ങളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, കാരണം നിങ്ങൾ റിസർവേഷൻ്റെ ഒരു ക്ലെയിമും ഇട്ടിട്ടില്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് ഡിഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും വരും, അത് സ്വാഭാവികമാണ്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ടലിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് നോട്ടിഫിക്കേഷൻ വരും. അത് റിസർവേഷൻ ക്ലെയിം ചോദിക്കാത്തവന് നോട്ടിഫിക്കേഷൻ വരും. ഇയാളോട് നോട്ടിഫിക്കേഷൻ കണ്ടു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ എന്താ ഡിഫക്റ്റ് ഇല്ലാത്തത് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഡിഫക്റ്റ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. എല്ലാ ഡോക്യുമെൻറ്റുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്തതാണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ ഡിഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെമ്മോ ഡീറ്റെയിൽസിലുണ്ടാവും. അതത് കുട്ടികൾ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഈ തവണത്തെ ക്ലീ എക്സാമിനേഷൻ എഴുതി അതൊരിത്തിരി ബുദ്ധിമുട്ടായി, ഒരു ലോങ് ടൈം പ്രിപ്പറേഷൻ വേണം എന്നൊരു തോന്നലിലോ ചിന്തയിലോ ആണ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ലോവനൻസ് ജോബ് സെക്യൂർ ഏത് സമയവും ബന്ധപ്പെടാൻ സാധിക്കും. ഞങ്ങളുടെ ഇവിടുത്തെ വീക്കെൻഡ് ലോങ് ടേം ബാച്ചിൻ്റെ വീക്കെൻഡ് ആണെങ്കിലും റെഗുലർ ബാച്ച് ആണെങ്കിലും ഇപ്പോൾ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നമ്മൾ അഡ്മിഷൻസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, കുട്ടികൾ ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും അഡ്മിഷൻ സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലോവനൻസ് ജോബ് സെക്യൂറിയുടെ ഒഫീഷ്യൽ നമ്പറിൽ ബന്ധപ്പെടാൻ വേണ്ടിയും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ റിസൾട്ടുകൾ വരും എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. മികച്ച റിസൾട്ട് എല്ലാ മക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.